സഖാവ് VS അച്യുതാനന്ദൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം പഴക്കമുള്ള സഖാവ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം അദ്ദേഹത്തോടൊപ്പം നടന്നു, അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം നടന്നു എന്ന് പറയാം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരിക്കുമ്പോഴും നേതാവായിരിക്കുമ്പോഴും സഖാവായിരിക്കുമ്പോഴും മാനുഷികമായിട്ടുള്ള ചിന്തകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് സഖാവ് അച്യുതാനന്ദൻ അവസാന കാലം വരെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അച്യുതാനന്ദന്റെ അച്ചടക്കം ചർച്ചാവിധേയമാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അച്ചടക്കത്തെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെയും കമ്മ്യൂണിസം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെയും പശ്ചാത്തലം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലെ 19ാമത്തെ വകുപ്പ് പറയുന്നത് 6 തരം അച്ചടക്ക നടപടികളെ കുറിച്ചാണ്. താക്കീത്, ശാസന, പരസ്യശാസന, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പുറത്താക്കൽ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യൽ, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കൽ. ഇങ്ങനെ 6 തരം ശിക്ഷണ നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയിൽ എന്ന് എടുത്തു പറയണം, കാരണം മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുകൂടാതെ ഒന്നുകൂടിയുണ്ട്, വധശിക്ഷ. അതേതായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. 1966 സഖാവ് അച്യുതാനന്ദൻ ആദ്യമായി അച്ചടക്ക നടപടിക്ക് വിധേയനാവുന്നത്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അദ്ദേഹം ജയിലിലായിരുന്നു, തിരുവനന്തപുരത്ത്. കാരണം ചൈനയോട് കൂറ് പുലർത്തിയിരുന്ന പാർട്ടി ആയതുകൊണ്ട് ചൈനീസ് പിന്തുണ കൊടുത്തേക്കും എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ അന്ന് ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. എങ്കിലും ജയിലിനുള്ളിൽ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് രക്തദാനം ചെയ്യണമെന്നും ഇന്ത്യയുടെ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹം ജയിലിനുള്ളിൽ തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പാർട്ടിയിലെ പല സഖാക്കൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ തീരുമാനം അങ്ങനെ തന്നെയായിരുന്നു. ഈ വാർത്ത പതുക്കെ പുറത്തെത്തി. അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരും പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. എന്തു തന്നെയാണെങ്കിലും രക്തദാനത്തിന്, അതായത് ഇന്ത്യൻ സൈനികരുടെ രക്തദാനത്തിന് പിന്തുണ കൊടുക്കുകയും ഇന്ത്യ ഗവൺമെന്റിനെ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉള്ള ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി ഫണ്ട് കൊടുത്ത് സഹായിക്കുകയും ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത VS അച്യുതാനന്ദനെതിരെ തരം താഴ്ത്തൽ നടപടിയാണ് ആ കാലത്ത് ഉണ്ടായത്. അദ്ദേഹം പക്ഷേ പിൻവാങ്ങിയില്ല, പാർട്ടിയിൽ മുന്നോട്ട് തന്നെ പോയി. 1988 ജലവൈദ്യുതിയുടെയും അണുവൈദ്യുതിയുടെയും സാധ്യതകൾക്ക് എതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രചരണം ആരംഭിച്ചു. ആ പ്രചരണത്തിന് അച്യുതാനന്ദന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പൊ ജലവൈദ്യുത പദ്ധതിയാണെങ്കിലും അണുവൈദ്യുത പദ്ധതിയാണെങ്കിലും അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദോഷത്തെ സംബന്ധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദാർശനിക വിഭാഗം എന്നും ജനകീയ വിഭാഗമെന്നും ശാസ്ത്രീയ വിഭാഗമെന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിന് അച്യുതാനന്ദൻ പിന്തുണ കൊടുത്തു എന്നതിന്റെ പേരിലാണ് പാർട്ടിയിൽ നിന്ന് താക്കീത് നേരിടേണ്ടി വന്നത്. പിന്നീട് 1998 അദ്ദേഹം പാർട്ടിയിലെ ഗ്രൂപ്പിന്റെ പേരിൽ MA ബേബി, E ബാലാനന്ദൻ എന്നിവരോടൊപ്പം പോളിറ്റ് ബ്യൂറോയുടെ രഹസ്യ താക്കീതിനും വിധേയനായി. പാർട്ടിക്കകത്താണെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ളവരോട് അത്തരം ആശയങ്ങൾ പങ്കുവെക്കുവാനും പരസ്യമായി പ്രകടിപ്പിക്കുവാനും ഒന്നും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാർട്ടിയുടെ രഹസ്യമായ താക്കീത് ഏറ്റുവാങ്ങേണ്ടി വന്നു. 2007 അടുത്ത ശിക്ഷണ നടപടി അദ്ദേഹം ഏറ്റുവാങ്ങുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കരാറുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായിട്ടുള്ള തോമസ് ഐസക്കിന്റെയും പാലൊളി മുഹമ്മദ് കുട്ടിയെയും അദ്ദേഹം വിമർശിച്ചു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി പാർട്ടിക്ക് ഉണ്ടായിരുന്ന നിലപാടും സർക്കാരിനുണ്ടായിരുന്ന നിലപാടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെതായ ശരികളിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ് 2007 അദ്ദേഹം വീണ്ടും
പരസ്യ ശാസനയ്ക്ക് വിധേയനാകേണ്ടി വന്നത്. പരസ്യ ശാസന എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ ശിക്ഷയൊന്നുമല്ല, വലിയ ശിക്ഷയാണ്. വീണ്ടും അതേ 2007 മാധ്യമങ്ങളിലൂടെ പരസ്യമായി പിണറായിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ പിണറായിയും VS അച്യുതാനന്ദനും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തായി. അപ്പോൾ രഹസ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള പാർട്ടി അച്ചടക്കത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പരസ്യമാക്കുന്നതിൽ മടിയുണ്ടായിരുന്നില്ല VSന് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2009 വീണ്ടും പരസ്യ പ്രസ്താവന അദ്ദേഹം തുടരുകയും പിണറായിക്കെതിരെ ഒരു തുറന്ന യുദ്ധമുഖം ആരംഭിക്കുകയും ചെയ്തതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2011 അന്യസംസ്ഥാന ലോട്ടറികൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് CPIM-ന് പിടിച്ചില്ല. അപ്പോ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ ശാസിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം CBIയുടെ അന്വേഷണമാണ് ശരിയെന്ന് തോന്നി, പാർട്ടിക്ക് തോന്നുന്നത് പാർട്ടിയുടെ അന്വേഷണമാണ് ശരിയെന്ന്. ഏതായാലും അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിൽ ശാസന നേരിടേണ്ടി വന്നു. അടുത്ത വർഷം 2012 KK രമയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്, അതായത് TP ചന്ദ്രശേഖരന്റെ 51 വെട്ടി കൊന്ന ആ നടപടിയോട് മാനസികമായി യോജിക്കാതെ വന്ന അച്യുതാനന്ദൻ പാർട്ടിയുടെ ആ കൊലപാതക നിലപാടിനോട് യോജിക്കാതെ KK രമയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു പിന്തുണ അത്രമാത്രം. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പരസ്യമായ ശാസനയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2012 അതേ വർഷം തന്നെ കൂടംകുളത്തെ ആണവ റിയാക്ടറിനെതിരെയുള്ള സമരം, അതിലും അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി. കാരണം കൂടംകുളത്തെ ആണവ റിയാക്ടർ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്ന്, സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സമരം ചെയ്യുന്നതിന് തുല്യമാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ല, ആണവ റിയാക്ടറിനെതിരെയാണ് സമരം ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതില് അദ്ദേഹത്തിന് പരസ്യ ശാസന ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് 2013 ലാവ്ലിൻ കേസിന്റെ വിഷയം, അത് CPIM-ന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയനെ സംബന്ധിക്കുന്ന ആ കേസിൽ VS എടുത്ത നിലപാട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിലപാടാണ് ശരി. CPIM-ന്റെ കമ്മിറ്റിയേക്കാൾ എനിക്ക് വിശ്വാസമുള്ളത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പാർട്ടി നയത്തിന് എതിരായി. അപ്പോൾ പരസ്യ ശാസന അദ്ദേഹത്തിന് വീണ്ടും ഏറ്റുവാങ്ങേണ്ടി വന്നു. 2017 അച്ചടക്ക ലംഘനം എന്ന് പോളിറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി VS അച്യുതാനന്ദന് പരസ്യമായ താക്കീതാണ് നൽകിയത്. 1966 മുതൽ 50 വർഷക്കാലം കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് എങ്കിലും കമ്മ്യൂണിസ്റ്റിനുപരി മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ ശിക്ഷണ നടപടികളും. അദ്ദേഹം എടുത്ത നിലപാടുകൾ പലപ്പോഴും ദേശസ്നേഹപരവും എല്ലായ്പ്പോഴും മനുഷ്യസ്നേഹപരവും ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് അച്യുതാനന്ദന് അത് അബദ്ധ്യമായിരുന്നില്ല. അതാണ് അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് സഖാവ് അച്യുതാനന്ദന്റെ മാർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർഗം അച്യുതാനന്ദനും എപ്പോഴും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത്. എന്തു തന്നെയാണെങ്കിലും സഖാവ് VS വിടവാങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് 1/4 നൂറ്റാണ്ട് മുമ്പ് ജനിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം തന്നെ ജന്മമെടുക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം പ്രവർത്തിച്ച് വളർന്ന് വലുതായി അതിന്റെ ഏറ്റവും വലിയ പദവികളെല്ലാം അലങ്കരിക്കുകയും ചെയ്യുമ്പോഴും താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മനുഷ്യനാണ് എന്ന് മറക്കാതെ
ജീവിച്ച് കാണിച്ചു തന്ന മഹത്തായ വ്യക്തിത്വം. അതാണ് വി എസ് അച്യുതാനന്ദൻ.